4 പതിറ്റാണ്ടിന്റെ സർക്കാർ സേവനം പൂർത്തിയാക്കി പീരുമേട് ലേബർ ഓഫീസിൽ നിന്ന് പാർട്ട് ടൈം സ്വീപ്പർ എസ് ശാന്തകുമാരി പടിയിറങ്ങി. തോട്ടം മേഖലയിലടക്കം തൊഴിൽ രംഗത്തെ ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പീരുമേട് ലേബർ ഓഫീസ് നടത്തിയ ഇടപെടലുകൾക്ക് സാക്ഷിയായി എസ് ശാന്തകുമാരി എന്നും ഒപ്പമുണ്ടായിരുന്നു. 1983 പീരുമേട് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ ജോലിയിൽ പ്രവേശിച്ച ശാന്തകുമാരി തൊടുപുഴ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ജോലി ചെയ്ത ശേഷം പീരുമേട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. ഡെപ്യൂട്ടി ലേബർ ഓഫീസ്, പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസ്, അസിസ്റ്റന്റ് ലേബർ ഓഫീസ് എന്നിവ ഉൾപ്പെടുന്ന പീരുമേട് ലേബർ കോംപ്ലക്സിൻ്റെ സൗമ്യമായ മുഖമായിരുന്നു എ.സി. ശാന്തകുമാരി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല കാലഘട്ടത്തിൽ പീരുമേട്ടിൽ ജോലിക്കെത്തിയ ലേബർ ഓഫീസർമാർക്കും ജീവനക്കാർക്കും മാതൃസഹജമായ വാത്സല്യം പകർന്നു നൽകിയ ശാന്തകുമാരിക്ക് പ്രൗഢഗംഭീരമായ യാത്രയയപ്പാണ് തൊഴിൽ വകുപ്പ് പീരുമേട്ടിൽ നൽകിയത്. വിവിധ ജില്ലകളിൽ നിന്ന് പഴയകാല സഹപ്രവർത്തകരടക്കം യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഐതിഹാസികമായ ഇടുക്കി ജില്ലയിൽ കുടിയൊഴിക്കലിനെതിരെ നടത്തിയ പ്രസിദ്ധമായ അമരാവതി സമരത്തിൽ സത്യാഗ്രഹത്തിൽ ശാന്തം ചേച്ചിയുടെ അമ്മ ഭാഗമായിരുന്നു. ആ സമയത്ത് ഈ 5 വയസ്സുകാരിയായ ശാന്തം ചേച്ചി AKGയോടൊപ്പം AKG കണ്ടതും സർക്കാർ സേവനത്തിനൊപ്പം സർവീസ് സംഘടനാ രംഗത്തും മികവ് പുലർത്തിയ സംഘാടകയായിരുന്നു. കേരള NGO യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ്, ജില്ലാ കൗൺസിൽ അംഗം, സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പീരുമേട് ഗവൺമെന്റ് എംപ്ലോയീസ് സൊസൈറ്റിയിൽ 4 നൂറ്റാണ്ടുകാലമായി ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.